ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ബ്ലോഗ്. അപ്പോൾ നമ്മുടെ ഓല S1X-ൻ്റെ റിവ്യൂ, നമ്മൾ ഇത്രയും ദിവസം യൂസർ ചെയ്ത യൂസർ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വണ്ടി ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ മൊത്തം അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, വണ്ടി എങ്ങനെ കഴുകും, അതായത് വെള്ളം അടിച്ച് കഴുകിയ വല്ല വിഷയമുണ്ടോ, നമുക്ക് കുഴപ്പം വല്ലതും ആവുമോ എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ ഞാനത് ഇന്ന് കഴുകുന്നത് കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ടില്ല, കുറച്ച് ഞാൻ കഴുകുന്നത് എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും കാണിച്ചു തരാനില്ല. മൊത്തം ഇപ്പോൾ ചെളിയായി ആണല്ലേ, മൊത്തം ചെളി പിടിച്ച് ഇതായി കിടക്കുകയാണ്. രണ്ട് സൈഡും നല്ലോണം ചെളിയുണ്ട്. പക്ഷെ കഴുകാനൊക്കെ ഭയങ്കര എളുപ്പം കേട്ടോ, ഭയങ്കര ഈസിയാണ് കഴുകാൻ. മൊത്തം ചളിയായി കിടക്കുക കേട്ടോ. മേത്തൊക്കെ കാണിച്ചു തരാവേ. എല്ലാ ഭാഗവും അത്യാവശ്യം നല്ല രീതിക്ക് ചളിയുണ്ട്. ഇതാ ഈ വശം, ടയറിൻ്റെ ഉൾവശം, നമ്മുടെ അവിടെയാണ് മോട്ടർ വരുന്നത്. മോട്ടറൊക്കെ കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ, മോട്ടർ, പിന്നെ മാറ്റ്. ഏകദേശം നമ്മളിപ്പോൾ വണ്ടി വന്നിട്ട് 1163 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ 54% ചാർജ് ഉണ്ട്. ഇപ്പോൾ 80 കിലോമീറ്റർ നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ കഴിയും, അതായത് റേഞ്ച് ഉണ്ട്. ഇപ്പോൾ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു കേട്ടോ. കഴുകി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുന്നേ എൻ്റെ അടുത്തൊരു ചേതക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേതക്കിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞുതരാവേ. അല്ല, ചളി ഉണ്ടല്ലേ, ചളി കാണിച്ചാൽ ഞാൻ എത്രയും അടുത്ത് നിരത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴുകിയിട്ട് ബാക്കി കാണാം. ഓക്കെ, പറയണം. ഇപ്പോൾ നമ്മളല്ലേ അത്യാവശ്യം ഇങ്ങനെ ഫോഴ്സിൽ തന്നെയാണ് അടിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ അത് നമ്മുടെ മാറ്റൊക്കെ വെച്ച ഭാഗത്ത് നല്ലോണം അഴുക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അടിച്ച് കഴുകാതിരുന്നാൽ പോകത്തില്ല. വേഗം കഴുകാം കേട്ടോ. എനിക്കല്ലെങ്കിൽ വണ്ടി വരെ എപ്പോഴും സമയം തന്നിട്ട് വീട്ടിൽ എപ്പോഴും ഭയങ്കര വിഷയമാണ്. ഞാൻ കഴുകി അത്രയും പെർഫെക്റ്റ് കഴിവുള്ളൂ, പെട്ടെന്നൊന്നും കഴിവില്ല. പക്ഷെ കഴുകിയ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, പെർഫെക്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കത് സമാധാനമാവില്ല. അത്യാവശ്യം ഇവിടെയൊക്കെ നല്ലോണം വെള്ളം അടിച്ച് കഴുകാം, എനിക്കുള്ള കാര്യമല്ല. ഞാൻ അതിന് മുന്നേ ഒരിക്കൽ കഴുകിയായിരുന്നു കേട്ടോ, അതാണ് ഇത്രയും ഉറപ്പിൽ പറയാൻ കാരണം. പിന്നെ നമ്മൾ ചെയിൻ സോക്കറ്റിന്റെ അവിടെ നന്നായിട്ട് വെള്ളം ഒടിച്ച് കഴുകണേ. ചെയിൻ്റെ നല്ലോണം മണ്ണ് നിൽക്കുന്നുണ്ടാവും. നമ്മളെന്താ മെഷീൻ മറ്റേ മോട്ടറിക്ക് അടിക്കണം കേട്ടോ. മോട്ടറിക്ക് അടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മോട്ടർ ആ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ടേ നല്ലോണം അഴുക്ക് നന്നായിട്ട് നമുക്ക് അറിയും. ഒരു നെഗറ്റീവ് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്ത തന്നെയാണ് നമുക്ക് മെയിൻ വിഷയം. അതായത് വീലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത്തിരി സമയം എടുക്കും. തിരിച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇപ്പുറത്തെ സൈഡ് ചെയിനിങ്ങുകളിലൊക്കെ വരുന്ന കാരണം നമുക്ക് തിരിക്കുമ്പോൾ കിട്ടത്തുമില്ല, തിരിക്കാതെ കിട്ടത്തുമില്ല. മൊത്തം ഫ്രണ്ടിൽ ഇതേ ഇഷ്യൂ തന്നെയാണ്. വീല് ടയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണേ, ടയറൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതാവും. അപ്പോൾ നമ്മളെല്ലാവരും വെള്ളം അടിച്ചു കഴിഞ്ഞു. നമുക്കിന്നിപ്പോൾ ഒന്ന് വെള്ളം സോപ്പ് വെള്ളം ആക്കിയിട്ട് എല്ലാവരും ഒന്ന് ചെളിയൊക്കെ ഒന്ന് ഇളക്കി കളയാം. സോപ്പ് എടുത്തിട്ട് വരാവേ, നിർത്തിക്കോ. ആദ്യം നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് തുണി കൊണ്ട് എല്ലാവരുടെയും സോപ്പ് വെള്ളമൊക്കെ ആക്കി ഒന്ന് ഫുള്ളായിട്ടും തേക്കണം കേട്ടോ. ഇത് ഉള്ളിലൊക്കെ നല്ല അഴുക്കുണ്ടാവും, അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഉള്ളിലേക്ക് കിടന്നു പോവും. വലിയൊരു സീനൊന്നുമില്ല കൈ കിടക്കാനും കാലിലേക്കൊക്കെ. നല്ല മഴയൊക്കെ ആയതുകൊണ്ടേ അത്യാവശ്യം നല്ലോണം ചെളിയായി തുടങ്ങി. പിന്നെ എപ്പോഴും സോപ്പ് വെള്ളത്തിൽ നമുക്കിങ്ങനെ ഇതാക്കാൻ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ സ്ക്രാച്ച് ആവുക. സോപ്പ് വെള്ളം കൊണ്ട് ഇതാക്കി നോക്കാം. പിന്നെ നമുക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇതിൽ. രണ്ട് സൈഡും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിനുള്ളൊക്കെ നന്നായിട്ട് കൈയിട്ട് ഇങ്ങനെ നല്ല അഴുക്കുണ്ട് ഇവിടെയൊക്കെ കേട്ടോ. കാണിച്ചതില്ല, ഇവിടെയൊക്കെ നേരത്തെ നല്ലോണം അഴുക്കുണ്ടായിരുന്നു.
ഏകദേശം നമ്മുടെ ഇതിന്റെ അടിയിൽ നന്നായിട്ട് കഴിവുണ്ടോ ഞാൻ കാണിച്ചു തരാം. ഈ ബാറ്ററി വരുന്ന ആ വശത്തിന്റെ അടിവശം ഇല്ലേ, നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഭാഗം അത് ഇവിടെ ഇതിന്റെ അടിവശമൊക്കെ നല്ലോണം കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. അപ്പൊ തന്നെ ഈ മോട്ടറിലേക്ക് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം നമുക്ക് ഇതിൽ. നമ്മളില്ലേ ഈ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുന്ന ബ്രഷ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മോട്ടറിന്റെ ആ ഭാഗം ഒന്ന് ഇതായി കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഉള്ളിലേക്ക് ബ്രഷ് കിടന്ന് പോവുകയും ചെയ്യും, നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അവിടെ കുറച്ച് വയറിലും ഞങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മളെ ഈ വീലിന്റെ ഈ ഒരു സൈഡില്ലേ, അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ ഒരു പോയിന്റ് പോലെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ബ്രഷ് ഇട്ടാൽ മാത്രമേ ആ ചെളി നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് എടുക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഈ ബ്രേക്ക് പാഡ് ഈ സംഭവങ്ങളൊക്കെ വരുന്നില്ല, ഈ ഒരു നെട്ടൊക്കെ വരുന്നില്ല, ആ ഭാഗത്തൊക്കെ ഇതൊന്ന് ശരിക്കും ഒന്ന് ഇതാക്കി കൊടുത്താൽ മാത്രമേ അത് നമുക്ക് കറക്റ്റ് ചെളി ഇളകി പോവുള്ളൂ. ഈ ചെളി അവിടെ തന്നെ നിൽക്കും. പിന്നെ ഈ ടയറിന്റെ ഈ ഭാഗം, ടയർ ഉള്ളിലേക്ക് കിടന്ന എഡ്ജില്ലേ, എഡ്ജ് വശം ഞാൻ ഫ്രണ്ടിലും ഒന്നുകൂടി കാണിച്ചു തരാവേ. ഇത് നോക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മൾ എത്ര വെള്ളം അടിച്ചാലും അല്ലെങ്കിൽ ഇതാക്കിയാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. കണ്ടില്ലേ, ബ്രഷ് ഇട്ടാകുമ്പോൾ ചളി ഇളകി പുറത്തേക്ക് വരും, നമുക്ക് ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റും. ഈ നെറ്റ് വരുന്ന സ്ഥലത്തൊന്നും നമ്മുടെ തുണി ഇട്ടാലും നമുക്ക് അങ്ങോട്ട് വൃത്തിയാവില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചായിരുന്നു ഞാൻ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ആ ഒരു ചെളി എല്ലാം തുടച്ച് വൃത്തിയാക്കിയ ശേഷമാണ് ഞാൻ കണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് ചെളി ഇറങ്ങി കയറി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവിടെയും വെള്ളം ഒഴിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി ആ വെള്ളം ഒന്ന് അടിച്ച് കളയണേ. തുടച്ചുകൂടെ എടുത്താൽ നമ്മുടെ പണി കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ നേരത്തെ ഇതിലേക്കൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം അടിച്ചു വിടാൻ മറക്കരുത്, എന്നാലേ ചെളി ഇളകി നിൽക്കുന്നതൊക്കെ പോവുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ റിവ്യൂ പറയാം കേട്ടോ. തുടച്ചു കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പോൾ കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ പോലെ നിങ്ങൾക്ക് എല്ലാ ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഉൾവശമൊക്കെ നല്ല ക്ലീൻ ആയി അല്ലേ. കഴുകാനൊക്കെ നല്ല എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. എവിടെ ചെറിയ ചളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആ വണ്ടി വരുന്നുണ്ടേ, വേറൊരു വണ്ടി ഒന്നുകൊണ്ട് മാറ്റി കൊടുത്ത ഉള്ളൊക്കെ കാണിച്ചു തരാം. എല്ലാവിടെയും ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ തുടച്ചിട്ടില്ല, ഒന്നുകൂടി തുടച്ച് ഇടേക്കണ്ട. തുടയ്ക്കും കൂടി കഴിയുമ്പോൾ ഉഷാറാവും. നമ്മളെപ്പോഴും ഈ ഉള്ളു തുടയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഉള്ളും ഈ സൈഡൊക്കെ നമുക്ക് തുണി എത്തില്ല, ഈ സീറ്റ് അടച്ചു വെച്ചാൽ. അപ്പൊ സീറ്റ് എപ്പോഴും തുറന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം. സീറ്റിന്റെ ഉൾവശം തുടച്ചു കൊടുക്കണം. ഓക്കെ, സീറ്റും തുടയ്ക്കുക. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ എക്സ്ട്രാ അവർ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ ഫ്രണ്ടിൽ ഒരു മാറ്റ് ഇട്ടുണ്ടായിരുന്നില്ലേ, ആ മാറ്റ്. പിന്നെ ഇപ്പുറത്ത് പോയോ, ലേഡീസ് ഫുഡ് റെസ്റ്റ് ആണല്ലേ. ലേഡീസ് ഫുഡ് റെസ്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ലേഡീസ് ഫുഡ് റെസ്റ്റ് നമ്മളൊന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ചാർജിൻ്റെ സോക്കറ്റ് ഇല്ലേ, ചാർജ് സോക്കറ്റിന്റെ ഉള്ളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ്, അത്രയാണ് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1000 സംതിങ് കിലോമീറ്ററോളം നമ്മൾ ഓടിക്കഴിഞ്ഞു. ഇതിൽ 1163, നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് 1163 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇതിന്റെ ഇവിടെ സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് നമ്മൾ.
ഇത് എല്ലാവരും സ്ക്രീൻ ഗാർഡ് ഒക്കെ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ആമസോണിലും കാര്യങ്ങളൊക്കെ കാണുന്ന സ്ക്രീൻ ഗാർഡ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. അതായത് സ്ക്രീൻ ഗാർഡ് വാങ്ങിച്ച് ഒട്ടിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഗാർഡിന്റെ ഇതിലൊരു ചെറിയൊരു പശയുണ്ട്. ആ പശ ശരിക്കും ഇത് എടുക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ട് നമുക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ നമ്മൾക്ക് ഈ ഹെഡ്ലൈറ്റും ഇതോടെ മൊത്തത്തിൽ ഈ സെറ്റ് മൊത്തത്തിൽ മാറ്റണം. അല്ലാതെ ഈ ഒരു ബോർഡ് മാത്രമായിട്ട് കിട്ടി, ഈ ഒരു ഗ്ലാസ് മാത്രമായിട്ട് കിട്ടില്ല എന്ന് അവർ പറഞ്ഞത്. അപ്പൊ നമുക്കത് വലിയൊരു സീനോ. അപ്പൊ ഞാൻ ചെയ്തത് സാധാ സ്റ്റിക്കർ കടയില്ലേ, കാർ വേൾഡ് പോലത്തെ സ്റ്റിക്കർ കടയിലൊക്കെ പോയിട്ട് സാധാ സ്റ്റിക്കർ ഒട്ടിച്ചാണ്. ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു, ഇതിന്റെ മേലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. ഇതിൽ ബ്ലാക്ക് ആണ് ഒട്ടിച്ചത്, ഇതിൽ വന്നിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണ് ഓടിച്ചത്. ഇത്രയും കിലോമീറ്റർ ഓടിച്ചതിൽ നമ്മൾക്ക് ഒരു 20% ചാർജ് വരെയൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് നടക്കാൻ കഴിയുള്ളൂ. 20 ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ചാർജ് കുത്തണം, അല്ലെങ്കിൽ അവർ അപ്പം തന്നെ നമുക്ക് മെയിൽ അയക്കും, വണ്ടി ബാറ്ററിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വാറണ്ടി തരില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കും. അപ്പൊ എപ്പോഴും നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഒരു 20% ആണ് മുന്നേ, ഒരു 21 ഒക്കെ ആകുമ്പോൾ തന്നെ കുത്താൻ നോക്കുക. 20ലേക്ക് എത്തിക്കണ്ട. 20ലേക്ക് അമ്മ അപ്പം തന്നെ ഒരു മെസ്സേജ് അയക്കും. എനിക്കിപ്പോ കുറെ പ്രാവശ്യം ഒരു മെസ്സേജ് അയക്കണു ഇങ്ങനെ. അത്യാവശ്യം നമുക്ക് രാത്രി കുത്തിയിടാറ്, രാവിലെ അത്യാവശ്യം ഓട്ടം കഴിഞ്ഞ് രാത്രി കുത്തിയിടാറ്. പിന്നെ വേറൊരു കാര്യം, ചാർജ് ആയിക്കഴിഞ്ഞാൽ ഓട്ടം കട്ട് ഓഫ് ആവുന്നുണ്ട് അവർ പറഞ്ഞ പോലെ. അതൊന്നും അവർ എല്ലാം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ എനിക്ക് പിന്നെ ഈ ബ്രേക്ക് വൈ വയറില്ലേ, അവർ മൂവേഴ്സ് ആയിട്ട് കാണിക്കുന്നത്. അതായത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങണം എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം ഒന്ന് കമന്റിലൂടെ എനിക്ക് അറിയിക്കണേ. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഒരു 4000 സംതിങ് രൂപ കൊടുത്തിട്ട് മൂവേഴ്സിന് എടുക്കണമെന്നാണ് പറഞ്ഞത്. ബ്രേക്ക് വൈ വയർ നമുക്ക് ഓപ്പൺ എന്താ പറയാ ഹൈ ആക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ റീജനറേഷനില്ലേ, ഈ റീജൻ്റെ ഇത് മാത്രം അവർ പറഞ്ഞത് മൂവേഴ്സ് ആണ്, അത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഇത്രയും ഓടിച്ച ഇത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട്. ചേതക്ക് പോലെയല്ല, ചേതക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ചേതക്ക് വണ്ടി നല്ല വണ്ടിയാണ്, വണ്ടി നല്ല വെയിറ്റ് ആണ്. നമുക്ക് ലേഡീസ് യൂസ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും വിഷയമല്ല. നല്ല സുഖമാണ് വണ്ടി കൊണ്ട് നടക്കാൻ, നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടി. ഇതിന്റെ അത്ര ഹൈറ്റ് ഇല്ല, ഹൈറ്റ് ഇത്തിരി കുറവാണ്. പക്ഷെ ഇരുന്നാലും അത് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് ഓടിക്കാനത് ഇതിനേക്കാളും. ഇതിന്റെ ഫ്രണ്ടിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ശരിക്കും നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിലൂടെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ആക്ഷൻ അയക്കുമ്പോൾ ഞാനൊരു വണ്ടികൾ വരുന്നുണ്ട്, പോയിട്ട് കാണിച്ചു കേട്ടോ. ശരിക്കും നല്ലോണം നോയ്സ് വരുന്നുണ്ട്. ഞാൻ കമ്പനിയിൽ കൊണ്ടുപോയിട്ടില്ല, കൊണ്ടുപോകണം. എനിക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ അടുത്തൊന്ന് പറഞ്ഞൊന്ന് ശരിയാക്കണം. അതുമല്ല, ഞങ്ങളുടെ പാലക്കാട് ആലത്തൂരാണ്. ഞങ്ങൾക്ക് ഇവിടെ സർവീസ് സെന്ററിൽ ഞങ്ങൾക്ക് സർവീസർ ഇല്ല. ആള് എന്തോ ക്ലാസ്സിന് പോയിരിക്കുകയാണ്, ഇതിന്റെ കാര്യത്തിൽ പഠിക്കാന്ന് പറഞ്ഞു. ഒന്ന് ഫ്രണ്ടിലേക്ക് ഞാൻ കാണിച്ചു കേട്ടോ, ഒരു സെക്കൻഡ്. കണ്ടില്ല ഒരു സൗണ്ട് വരുന്നത്? ഇത് ചാവിന്റെ സൗണ്ടാണ്. ഞാൻ വേറെ ഒരു സെക്കൻഡ് ഒന്നുകൂടെ കാണിച്ചു തരാവേ. ഒരു അടി വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന്, സ്റ്റെമ്മിന്ന് അടി വരുന്നത്. കമ്പനി കൊണ്ട് കാണിക്കണം. പിന്നെ വേറെ സംബന്ധിച്ച് ഇതല്ലേ, ഈ ബ്രേക്കിന്റെ അവിടെ ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു നോയ്സ് തന്നെയാണ്. ആ നോയ്സ് നമുക്ക് എടുത്ത് 2 ദിവസം ആയത് തന്നെ വരാൻ തുടങ്ങിയിട്ട്. എനിക്കിപ്പോ എടുത്തിട്ട് 1 മാസം കഴിഞ്ഞു വണ്ടി. എടുത്ത് 2 ദിവസം തന്നെ വന്നു കഴിഞ്ഞു. പിന്നെ ഞാൻ പോയിട്ടില്ല സത്യം പറഞ്ഞ, അങ്ങോട്ട് സർവീസ് സെന്ററിലേക്ക് പോയിട്ടില്ല. ഇപ്പോ 5000 ആകുമ്പോൾ പോകണം. അതിന് മുന്നേ പോയിട്ട് ഒന്ന് ശരിയാക്കണം. 5000 വരെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 മാസം പിടിക്കും. പക്ഷെ കറണ്ട് ബില്ല് വന്നായിരുന്നു. കറണ്ട് ബില്ലിൽ എനിക്ക് വലിയ, അതായത് അത്യാവശ്യമൊക്കെ നല്ലോണം കറണ്ട് ബില്ല് എപ്പോഴും വരാറുണ്ട്. അപ്പൊ എനിക്ക് കറണ്ട് ബില്ലിന്റെ കാര്യം എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിയും കാര്യമൊന്നും ഇടാതെ ആകുമ്പോൾ കറണ്ട് ബില്ല് എത്ര വരുന്നുണ്ട് നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യമൊക്കെ 5000 വന്നിരിക്കുന്നത്. എന്തോ അഡീഷണൽ ബില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 2000 റുപ്പീസ്, അതിന്റെ 2600 സംതിങ് രൂപ അഡീഷണൽ ബില്ലും ബാക്കി 3000 സംതിങ് എല്ലാം കൂടെ 5000 രൂപ വേണം എനിക്ക് കറണ്ട് ബില്ല് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കറണ്ട് ബില്ല് എങ്ങനെയും കുറയ്ക്കണം. ഇനിയിപ്പോൾ അടുത്തത് ഒരു സോളാർ വെക്കേണ്ടി വരും എന്തായാലും. ഒരു EV കാറും കൂടെ എടുത്തു കഴിഞ്ഞാൽ സോളാർ വെക്കേണ്ടി വരും. ഇതിന്റെ റൈഡിങ്ങിന്റെ ഞാൻ പിന്നെ പറയാം കേട്ടോ. റൈഡിങ് ഞാൻ പോകുന്നില്ല.
മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റോഡൊക്കെ ആകെ നാശമായി കിടക്കുകയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോകണം, സമയം വൈകി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റൈഡിങ്ങിൻ്റെ ഇതും കൂടി ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. വൈഫിന് എടുക്കാൻ കഴിയില്ല എന്നാണ് ശരിക്കും വിചാരിച്ചത്. വൈഫ് നമ്മളപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഹൈറ്റ് ആണ്, അയ്യോ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല എന്നൊക്കെയാണ് വൈഫ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഒരു കുഴപ്പമില്ല, വൈഫ് ഇവിടെ നിന്ന് സുഖമായിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്, ഓടിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അടുത്തുള്ള സ്റ്റോറിലേക്ക് പോകാനും കാറിലൊക്കെ അത് ഒറ്റയ്ക്ക് തന്നെ പോയി എടുക്കുന്നു, വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ യമഹ റേ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഹൈറ്റ് കൂടുതലാണ്, പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ഗിയർ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് റിവേഴ്സ് ഒക്കെ ഒന്നും എടുക്കാൻ, അതായത് ഏതെങ്കിലുമൊക്കെ ഒരു കട്ടറോ കാര്യങ്ങളൊക്കെ ചെന്ന് പെട്ടാലും വിഷയമല്ല അവർക്ക് എടുക്കാൻ. മറ്റേത് ഇറങ്ങണം, എന്നിട്ട് തിരിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് വീല് വീണ്ടും തുടയ്ക്കണമെങ്കിൽ വണ്ടി കുറച്ചൊന്ന് മൂവ് ചെയ്യണം. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ മൈനസ് പോയിന്റ്. പിന്നെ ഞാനിതില് എക്കോ മോഡ് മാത്രം ഇട്ടിട്ട് ഓടിച്ചൊന്നുമില്ല. എക്കോ മോഡും പിന്നെ നോർമൽ മോഡും കൂടിയിട്ട് മാറ്റി മാറ്റിയിട്ട് ഓടിക്കാറ്. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം തിരക്ക് ഉണ്ടാണെങ്കിൽ നമുക്ക് എക്കോ മോഡ് മാത്രം ഇട്ടിട്ട് പോയാൽ നടക്കില്ല. രാവിലെ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് ദൂരം ഞാൻ ഓടിക്കും, അത് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്ത് കൊടുക്കും. നമുക്ക് അതായത് സ്പീഡ് 43 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് കറക്റ്റ് 1 കിലോമീറ്റർ NH NH-ലേക്ക് കയറിയാൽ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് പോകണമെന്ന് തോന്നും. ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വണ്ടി തള്ളിക്കൊണ്ട് പോകണമെന്ന് തോന്നും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കണ്ടില്ലേ, കഴുകി വൃത്തിയാക്കാൻ നമ്മൾക്കൊന്നും പ്രയാസമോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് നല്ല വെള്ളം ഒഴിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴുകിയൊക്കെ വൃത്തിയാക്കാം. പക്ഷെ മഴക്കാലമായതുകൊണ്ട് എത്ര കഴുകിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ ഓൾമോസ്റ്റ് വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമൊന്നുമില്ല, എടുക്കാൻ ധൈര്യത്തിൽ. ഓല എടുക്കേണ്ട സമയം തന്നെയാണ്. അത്യാവശ്യം റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം വിശ്വസിച്ചിട്ട് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് പോകാനൊക്കെ കഴിയുന്നുണ്ട്. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ കംപ്ലൈന്റുകൾ വരാത്തത് കൊണ്ടും സർവീസിന് പോകാത്തത് കൊണ്ടും ഓൾമോസ്റ്റ് വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടി തന്നെയാണ്. ഇപ്പൊ ഞാൻ 1-2 ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ പറഞ്ഞില്ലേ, അത് മാത്രമാണ്. അവരടുത്ത് ഞാൻ പോയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ നോക്കിയിട്ട് ഞാൻ അവരടുത്ത് പറയുമ്പോഴുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കഴുകാൻ വെച്ച മാറ്റാണത്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റ് ആരും വാങ്ങരുത് കേട്ടോ. ഈ മാറ്റ് വെറും വേസ്റ്റ് ആണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാറ്റ് ഇതിൽ നിൽക്കത്തില്ല. എത്ര നമ്മൾ ഇതാക്കി വെച്ചാലും ചെറുതായിട്ടൊന്ന് വെള്ളം കേരളം ആയി കഴിഞ്ഞാൽ ആ വെള്ളത്തോടുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്, പക്ഷെ നിൽക്കത്തില്ല. ഇത് വെറും വേസ്റ്റ് ആണ് ഈ മാറ്റ്. ഇതല്ലാതെ ഇതിൽ ഓരോ ക്ലിപ്പുകളൊക്കെ വരുന്നുണ്ട്, ആ ഹോള് കാണുന്നില്ല, അതിലൊക്കെ ക്ലിപ്പ് ഇടാം. പക്ഷെ ഇട്ടാലും നമുക്ക് കഴുകാനും വൃത്തിയാക്കാനും ബുദ്ധിമുട്ടില്ല. ഇത്രയും നമുക്ക് വിസിബിൾ കിട്ടുള്ളൂ. ആ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം വിസിബിൾ കിട്ടില്ല, അപ്പൊ നമുക്ക് കഴുകാനായിട്ട് പറ്റത്തില്ല. അപ്പോ ഒരിക്കലും നിങ്ങൾ ഈ മാറ്റ് വാങ്ങരുത്. ഇതിന്റെ ഫുൾ ആയിട്ട് വരുന്നൊരു മാറ്റ് ഉണ്ട്, അതായത് ഹോളിലേക്ക് വരുന്ന പോലെ ഒരു മാറ്റ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ ഇട്ടിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. തുടർന്നും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് വേണം. അപ്പോൾ നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റുകളിൽ അറിയിക്കുക. എങ്ങനത്തെ വീഡിയോ വേണമെന്നുള്ള കാര്യം നിങ്ങൾ പറയാം. തീർച്ചയായും ഞങ്ങൾ അങ്ങനത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ.